റിപ്പോർട്ടർ ഇംപാക്ട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ 4 കുടുംബങ്ങളെ അനാഥമാക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എംഎൽഎയും ജില്ലാ കളക്ടറെയും അറിയിച്ചിട്ടുണ്ട്. ആരെയും ഉപേക്ഷിക്കില്ല. ക്യാമ്പ് അവസാനിപ്പിക്കുമ്പോൾ ആളുകളെ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശ്രീ വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത്. ഇന്ന് ക്യാമ്പ് സമാപിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ 4ഓളം കുടുംബങ്ങൾക്ക് ക്യാമ്പ് സമാപിക്കുന്നതോടെ തിരിച്ചു പോകാൻ വാസയോഗ്യമല്ലാത്ത മേഖലകൾ ഇല്ല എന്നുള്ളതാണ്. അവർക്ക് വീടില്ല എന്നുള്ളതാണ്. പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ഈ 4 കുടുംബങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാവിലെ ആ പരാതി പറഞ്ഞ സാഹചര്യത്തിൽ അവിടുത്തെ എംഎൽഎയുമായും ജില്ലാ കളക്ടറുമായിട്ടും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ സ്കൂളിൽ അങ്ങനെ ആരും ബാക്കി വരരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഉണ്ടാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. ക്യാമ്പ് അവസാനിപ്പിക്കുമ്പോൾ ക്യാമ്പിലുള്ള ആളുകൾ ഏതെങ്കിലും സുരക്ഷിതമായൊരു കേന്ദ്രത്തിലുണ്ടാകും. അല്ലാതെ ക്യാമ്പ് അവസാനിപ്പിക്കാനാകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 4 ആളുകളെ എവിടേക്കെങ്കിലും പറഞ്ഞ് അനാഥമാക്കി വിട്ടിട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ള നടപടിയില്ല. അത് കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ നടന്നതിന് ശേഷം മാത്രമേ അതുണ്ടാകുള്ളൂ. എംഎൽഎയോടും കളക്ടറോടും പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെടാൻ ആവശ്യമായിട്ട് ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തന്നെ ആ കാര്യങ്ങളിൽ അവർ ആവശ്യമായ നടപടിയെടുക്കും. ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. പരമാവധി നമ്മളത് പരിഹരിക്കാനാണല്ലോ. എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നമ്മളെല്ലാം നിൽക്കുകയല്ലേ. ഞങ്ങളെല്ലാ സ്ഥലങ്ങളിൽ നേരിട്ട് പോയതാണ്. എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാനാണ്. മുബഷിർ പി അക്ബറാണ് റവന്യൂ മന്ത്രിയോട് സംസാരിച്ചത്. മുബഷിർ, നമ്മുടെ മുന്നിൽ ദുരിതം പറഞ്ഞ മനുഷ്യരാണ്. അവർക്കിപ്പോൾ സഹായമൊരുങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ കഴിയുന്ന വാർത്ത. മന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകുകയല്ലേ? തീർച്ചയായും സുജയ പാർവതി, 4 കുടുംബങ്ങൾ അനാഥമാകില്ലെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സ്കൂളിലെ ക്യാമ്പ് ഇന്ന് അവസാനിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ആളുകളൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷമേ പൂർണ്ണമായും ക്യാമ്പ് സംവിധാനം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എംഎൽഎയും ജില്ലാ കളക്ടറെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പ് ആ ഒരു മേഖലയിൽ അവസാനിക്കുമെങ്കിലും ഇവിടെയുള്ള താമസിക്കുന്ന ഇത്തരത്തിൽ പുറത്ത് മറ്റു വീടോ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പോകാൻ കഴിയാത്ത ആളുകളെ മറ്റു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ഥലം എംഎൽഎയെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറിനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരോട് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും മന്ത്രി പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മുടെ ചാനലിലൂടെയുള്ള ലൈവത്തോളിലൂടെയായിരുന്നു കുടുംബങ്ങൾ അവരുടെ ആശങ്ക പങ്കുവച്ചിരുന്നത്. മന്ത്രി ഇത് തത്സമയം കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മന്ത്രി ഫോണിൽ ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ജില്ലാ കളക്ടറും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമാകുന്നു എന്നുള്ളതാണ്. അതോടുകൂടി ഒരുപക്ഷെ ഇന്ന് ക്യാമ്പ് അവസാനിക്കുകയാണെങ്കിൽ അവർക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ സാധിക്കും. അവരുടെ വീടൊക്കെ തന്നെ തകർന്നു പോയതിനെ തുടർന്ന് മറ്റു മേഖലകളൊന്നും തന്നെ പോകാനില്ല എന്നുള്ളത് അവർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ദുരിതത്തിലായിരുന്നു അവരുടെ സാഹചര്യം ഉണ്ടായിരുന്നത്. എങ്ങോട്ട് അവർ പോകുമെന്നൊരു ചോദ്യമൊക്കെ തന്നെ ഉന്നയിച്ച ഘട്ടത്തിലായിരുന്നു റവന്യൂ മന്ത്രിയുടെ ഒരു ഇടപെടൽ ഒടുവിൽ ഇതിലുണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ഒരാശങ്കയ്ക്കും ഇടമില്ലാത്ത വിധത്തിലുള്ളൊരു പരിഹാരം ഉണ്ടാകും. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അത് വിലങ്ങാടാണെങ്കിലും വയനാടാണെങ്കിലും സമാനമായ രീതിയിൽ ഇടപെടലുകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. സുജയ.